മോഡലും നടനുമായ ഷിയാസ് കരീമിന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ആരാധകരുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും മലയാളികൾക്കിടയിൽ അദ്ദേഹം സുപരിചിതനാകുന്നത് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ്. അടുത്തിടെയാണ് നടനെതിരെ യുവതി പീഡന പരാതി നൽകിയത്. കേസ് രജിസ്റ്റർ ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് വിവാഹ നിശ്ചയത്തിന്റെ വാർത്തയും ഷിയാസ് പുറത്തുവിട്ടത്. എന്നാൽ വളരെ പെട്ടെന്ന് ഈ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും വിവാഹിതനാവാൻ ഒരുങ്ങുകയാണ് ഷിയാസ് കരീം. നവംബർ 25-ന് പെരുമ്പാവൂർ വെച്ചായിരിക്കും ഷിയാസിന്റെ വിവാഹം. ഇതിനോടനുബന്ധിച്ച് നൽകിയ അഭിമുഖത്തിലൂടെ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം ഇപ്പോൾ. ജീവിതത്തിൽ വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാവശ്യ വിവാദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ തനിക്ക് നേരെ ഉണ്ടായത്. അന്ന് ഞാൻ തളർന്നുപോയി. ചെയ്യാത്ത തെറ്റിന് കുറ്റക്കാരനെ പോലെ നിൽക്കേണ്ടി വരുന്നത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. എൻ്റെ ഉമ്മയും കുടുംബവുമൊക്കെ ടിവിയും ഫോണും നോക്കിയാൽ ഞാനൊരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്തയല്ലേ കാണുന്നത്. അതാണ് എനിക്ക് കൂടുതലും സങ്കടമുണ്ടാക്കിയത്. അന്ന് പരാതി പറഞ്ഞ സ്ത്രീ എന്നെ പറ്റിക്കുകയായിരുന്നു. അവരുടെ മകനെ ആങ്ങളയാണെന്ന് കള്ളം പറഞ്ഞാണ് എനിക്ക് പരിചയപ്പെടുത്തിയത്. ഞാനത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ആ ബന്ധം വഷളായത്. മുൻപ് കാമുകിയായിരുന്ന ആൾ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ എന്നെ കുടുക്കാൻ നോക്കിയതാണെന്ന് എന്നോട് അടുപ്പമുള്ളവർക്കൊക്കെ മനസ്സിലായി. അവർ എന്നെ പീഡിപ്പിച്ച് പണം തട്ടാനായിരുന്നു ആദ്യം ശ്രമിച്ചത്. അത് നടക്കാതെ വന്നപ്പോഴാണ് കേസ് കൊടുത്തത്. ഇപ്പോൾ എല്ലാം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഷിയാസ് പറയുന്നു. അന്ന് ചില മാധ്യമങ്ങൾ സത്യമറിയാതെ എന്നെ വേട്ടയാടി. ഒരുപാട് സ്നേഹമുണ്ടായിരുന്നെന്ന് ഞാൻ കരുതിയിരുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. തെളിഞ്ഞു കത്തുന്ന വഴിവിളക്കുകൾ ഉള്ള പാതയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നതെല്ലാം കെട്ടുപോയ അവസ്ഥയായിരുന്നു എനിക്ക്. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഒരുപാട് പേർ വിളിക്കാൻ തുടങ്ങി. ഏതോ ഒരു പഞ്ചായത്തിലെ ഏതോ ഒരു ഷിയാസ് കരീമായിരുന്നെങ്കിൽ ആരും ശ്രദ്ധിക്കുക പോലുമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ യാത്രയിൽ ആത്മവിശ്വാസം ഉണ്ടെന്നും താരം പറയുന്നു. ദർഫ എന്ന പെൺകുട്ടിയാണ് ഷിയാസിൻ്റെ വധു. നേരത്തെ ഷിയാസ് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ഇത്. അന്ന് പ്രായം കുറവാണെന്ന് തോന്നിയതിനാൽ വിവാഹത്തിലേക്ക് എത്താതെ ആലോചന വേണ്ടാതെ വയ്ക്കുകയായിരുന്നു. ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ പ്രകാശമാണ് ഇവളെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു. നേരത്തെ ഷിയാസിൻ്റെ വിവാഹ നിശ്ചയം വരെ നടത്തിയെങ്കിലും അത് മുടങ്ങിപ്പോവുകയായിരുന്നു. അന്നത്തെ വധു ദന്ത ഡോക്ടറായ രഹനയായിരുന്നു. ഇപ്പോൾ നാളുകൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ദിവസമാണ് തൻ്റെ സേവ് ദ ഡേറ്റ് വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത്. വധു താരത്തിൻ്റെ കൂട്ടുകാരിയും കൂടിയാണ്. തൻ്റെ ഏറ്റവും മോശം സമയത്ത് തനിക്ക് താങ്ങായും തണലായും നിന്ന പെൺകുട്ടിയാണ് ദർഫയെന്നാണ് ഷിയാസ് പറയുന്നത്. അന്ന് പെണ്ണ് കാണാൻ പോയപ്പോൾ ആ ആലോചന വിവാഹത്തിലേക്ക് എത്തിയിരുന്നില്ലെങ്കിലും തങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടർന്നുവെന്നും ഷിയാസ് പറഞ്ഞു. വിഷമഘട്ടത്തിൽ താൻ ദർഫയുമായി എപ്പോഴും സംസാരിച്ചിരുന്നു. അവരും അവരുടെ കാര്യങ്ങൾ താനുമായി പങ്കുവച്ചു. അങ്ങനെയാണെന്നാൽ ഒരുമിച്ച് മുന്നോട്ട് പോയാലോ എന്ന് ഞങ്ങൾ പരസ്പരം ചോദിച്ചത്. അവളുടെ ഉമ്മ എനിക്ക് ആ കാലം മുതൽ തന്നെ എൻ്റെ സ്വന്തം ഉമ്മയെപ്പോലെയാണ്. ഏതൊരു വിഷമത്തിലും ഞാൻ ദർഫയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നു. അവർ ആയിരുന്നു എൻ്റെ ആശ്വാസം. ഞാൻ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയ കാലത്ത് ദർഫയുമായി സംസാരിക്കുമായിരുന്നു. അവൾ തന്ന കരുതലായിരുന്നു എൻ്റെ ശക്തി. കഴിഞ്ഞ റംസാൻ മാസമാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. അവളുടെ വിഷമം എന്നോടും എൻ്റെ വിഷമം അവളോടും പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്നാൽ നമുക്കൊരുമിച്ച് ജീവിച്ചാലോ എന്ന ചോദ്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. പിന്നീട് വീട്ടിൽ പറഞ്ഞപ്പോൾ ഇരു കൂട്ടർക്കും വലിയ സന്തോഷമായി. ദർഫ അബുദാബിയിലാണ്. എമിറേറ്റ്സ് NBDCയിലാണ് ജോലി. അവൾ കുടുംബമായി അവിടെയാണ് താമസം. നവംബർ 25-നാണ് വിവാഹം. പെരുമ്പാവൂരുള്ള ഓഡിറ്റോറിയമാണ് വേദി. ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്. വലിയ കല്യാണമായിരിക്കും. വിവാഹശേഷം ഞങ്ങൾ ഗൾഫിലേക്ക് പോകും. ബിസിനസ്സിൻ്റെ ഭാഗമായി ഞാൻ എപ്പോഴും ഗൾഫിലാണ്. ജിം തുടങ്ങിയത് നന്നായി പോകുന്നു. ഇപ്പോൾ കൂടുതൽ ബിസിനസ് പ്ലാനുകളുണ്ട്. എല്ലാം നന്നായി നടക്കുമെന്നാണ് പ്രതീക്ഷ. ദർഫയുടെ ജോലി അബുദാബിയിലായതുകൊണ്ട് ഞാനും ഇനി കൂടുതൽ സമയം അവിടെയായിരിക്കും. ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷവും സമാധാനവുമാണ് ഇപ്പോൾ തോന്നുന്നത്. വിവാഹകാര്യം രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. ആരെയും പേടിയില്ല എനിക്ക്. സാധാരണ ആളുകളൊക്കെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുൻപല്ലേ സേവ് ദ ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളുമൊക്കെ പുറത്തുവിടുക. അത്രയേ ഞാനും ചെയ്തുള്ളൂ. പിന്നെ എനിക്കും ദർഫയ്ക്കും മുൻപ് നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ചരിത്രമുണ്ട്. അപ്പോൾ വീട്ടുകാരും ഞങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് വിവാഹത്തിനോടടുപ്പിച്ച് വിവരം എല്ലാവരെയും അറിയിക്കാമെന്നതെന്നും ഷിയാസ് പറഞ്ഞു.